ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് പ്രഗ്നൻ്റ് ആകുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു മാറ്റത്തിനെ പറ്റിയിട്ടാണ്. ഇത് ഒരുപാട് സ്ത്രീകൾ പറഞ്ഞിട്ടുള്ള വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ലക്ഷണമാണ് കേട്ടോ. ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണമൊന്നുമല്ല. ഒരുപാട് പേര് ഈ ഒരു സിംറ്റം ചോദിച്ചിട്ട് ചേച്ചി പ്രഗ്നൻസി ആണോ എന്ന് ചോദിക്കാറുണ്ട്. അതിനുശേഷം അങ്ങനെ ഉണ്ടാവാറുണ്ടെന്ന് പറയുമ്പോഴേക്കും ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവായി എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലക്ഷണം എന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഇത്തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളിത് കേട്ടിട്ട് ഓവറായിട്ട് സ്ട്രെസ്ഡ് ആവാതിരിക്കുക. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ശരീരം ശ്രദ്ധിക്കുക, കാണുന്നില്ലെങ്കിലും നിങ്ങൾ ശരീരം ശ്രദ്ധിക്കണം. കാരണം യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളും ഇല്ലാതെ പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതുപോലെ തന്നെ ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് പീരീഡ്സ് ആകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുമ്പോഴേക്കും ശരീരം ഒന്ന് ശ്രദ്ധിക്കുക. അതായത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് വരുമ്പോൾ അതിൽ നിന്നൊന്ന് പിന്മാറുക. അതുപോലെ ശരീരത്തിലോട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എത്തിക്കാൻ നോക്കുക. നല്ല രീതിയിൽ സ്ട്രെസ്ഡ് അല്ലാതെ നല്ല രീതിയിൽ ജീവിക്കാനായിട്ട്, അതായത് പീസ്ഫുൾ ആയിട്ട് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതെല്ലാമാണ് നിങ്ങൾ ആ ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന കാല് മരവിപ്പിനെ പറ്റിയിട്ടാണ്. പ്രഗ്നൻ്റ് ആകുന്ന ഒരു സ്ത്രീക്ക് കാലിൽ വ്യത്യാസം ഉണ്ടാകുമോ? ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. പ്രഗ്നൻ്റ് ആകുന്ന ഒരു സ്ത്രീക്ക് കാലിലും വ്യത്യാസം ഉണ്ടാകും. പ്രഗ്നൻസി നമ്മുടെ തല മുതൽ നമ്മുടെ പാദം വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവന്ന് തരും. ഈവൻ നമ്മുടെ തലമുടിയിൽ വരെ പ്രഗ്നൻ്റ് ആകുമ്പോൾ അതിനുള്ള ചേഞ്ചസ് നമുക്ക് കാണാനായിട്ട് സാധിക്കാറുണ്ട് കേട്ടോ. ഇവിടെ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമുക്ക് കാലിൽ മരവിപ്പ് അനുഭവപ്പെടാറുണ്ട്. കാലിലെ മരവിപ്പ് നമ്മുടെ ഈ ഇത്ര വരെയുള്ള ഒരു ജീവിത ലൈഫിൽ നമ്മൾ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുള്ള ഒന്നായിരിക്കും കാലിൽ മരവിപ്പ് ഉണ്ടാകുന്നത്. അതായത് നമുക്ക് യാതൊരു തരത്തിലുള്ള സെൻസേഷനും കാലിൽ കിട്ടാതെ വരിക, ടച്ച് ചെയ്യുമ്പോൾ അറിയാതെ വരിക, അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോഴേക്കും നമുക്ക് ഒരുപാട് പെയിൻ ഉണ്ടാവുക. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഈ കാലിൽ മരവിപ്പ് ഉണ്ടാകുമ്പോഴേക്കും അനുഭവപ്പെടാറുണ്ട്. ഇതിലുണ്ടാകുന്ന റീസൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് ഹോർമോൺ ചേഞ്ചസ് ആണ്. പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോണൽ വ്യതിയാനങ്ങൾ കൊണ്ട് നമുക്ക് കാലിൽ ഇങ്ങനെ മരവിപ്പ് അനുഭവപ്പെടാം. രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ പ്രഗ്നൻസി ആകുമ്പോഴേക്കും നമ്മളിൽ പ്രൊഡ്യൂസ് ആകുന്ന റിലാക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. ഈ റിലാക്സിൻ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉള്ള ഒരു ഹോർമോണാണ്. പക്ഷേ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് റിലാക്സിൻ ഹോർമോണിന്റെ അളവ് കൂടാറുണ്ട്. ഇങ്ങനെ കൂടാനായിട്ടുള്ള കാരണം നമ്മുടെ മസിൽസിന്, നമ്മുടെ ജോയിൻസിന് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി കൊടുക്കുന്നത്, അല്ലെങ്കിൽ സ്ട്രെച്ച് ആവാനായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് റിലാക്സിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. ഈ ഹോർമോൺ ഉണ്ടാകുമ്പോഴേക്കും ഇതിങ്ങനെ ഇൻക്രീസ് ആയി വരുമ്പോഴേക്കും നമ്മുടെ മസിൽസിലെ, ജോയിൻസിൽ, അതുപോലെ നമ്മുടെ ഇടുപ്പിൽ ഒക്കെ നമുക്ക് വേദന അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. സെയിം ഇതേ രീതിക്ക് തന്നെ റിലാക്സിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ആകുമ്പോഴേക്കും നമുക്ക് ഇത്തരത്തിലുള്ള കാലിൽ മരവിപ്പ് അനുഭവപ്പെടാനായിട്ട് സാധ്യതകളുണ്ട് കേട്ടോ. അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് കാർപ്പൽ ടണൽ സിൻഡ്രോമാണ്. നമ്മുടെ കൈയുടെ ഒരു മരവിപ്പിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തപ്പോഴേക്കും ഞാൻ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ദിജോസ് വേൾഡ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മളുടെ ശരീരത്തിലെ എക്സസ് ആയിട്ടുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ വേണ്ടി വരുന്ന സമയത്ത് ഇതിന്റെ ഭാഗമായിട്ട്, ആ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് കൈക്കും അതുപോലെ തന്നെ കാലിനും ഒക്കെ നമുക്ക് മരവിപ്പ് അനുഭവപ്പെടാം കേട്ടോ. ഈ മരവിപ്പ് നമുക്ക് കൈക്കും കാലിനും മാത്രമല്ല, ചിലർക്ക് അവരുടെ ഫിംഗേഴ്സിലും അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ അനീമിക് ആവുമ്പോഴാണ്. അനീമിക് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ അയണിന്റെ ഡെഫിഷ്യൻസീസ് കൂടുതലായിട്ട് വരിക. നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ആ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞിന് ഒരുപാട് ന്യൂട്രിയൻസ് ആവശ്യമുണ്ട്. ഇതിന്റെ ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് ശരീരത്തിലെ കുഞ്ഞിനെ കൊടുക്കാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ ശരീരം തന്നെ നമുക്ക് ഓരോ ലക്ഷണങ്ങൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ അയണിന്റെ ഡെഫിഷ്യൻസീസ് നമുക്ക് ഉണ്ടാകുമ്പോഴേക്കും ഇത്തരത്തിലെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് കാലിൽ മരവിപ്പ് കൂടുതലായിട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കേട്ടോ. അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് വെയിറ്റ് ഗെയിൻ ആണ്. നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ വെയിറ്റ് കൂടാനായിട്ട് സാധ്യതയുണ്ട്. നമുക്ക് കൂടുതൽ ന്യൂട്രിയൻസ് വേണ്ടി വരുമ്പോഴേക്കും നമ്മൾ കൂടുതൽ വിശപ്പ് നമുക്ക് അനുഭവപ്പെടും. ഈ വിശപ്പ് നമുക്ക് ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ കഴിക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും നമുക്ക് വെയിറ്റ് ഗെയിൻ ഓൾറെഡി നമുക്ക് അനുഭവപ്പെടും. ഇങ്ങനെയുള്ള വെയിറ്റ് ഗെയിൻ മൂലവും നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. വെയിറ്റ് കൂടുതലായിട്ട് വരുമ്പോഴേക്കും നമ്മുടെ കാലിന് ആ ഒരു വെയിറ്റിനെ താങ്ങാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടാവണമെന്നില്ല. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് കാലിൽ ഞരമ്പ് ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക്
മരവിപ്പ് അനുഭവപ്പെടാം കേട്ടോ. ഇനി ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററും അതുപോലുള്ള ലാസ്റ്റ് ട്രൈമസ്റ്ററും ഒക്കെ ആകുമ്പോഴേക്കും പലർക്കും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണാറുണ്ട്. ഇങ്ങനെ ലക്ഷണങ്ങൾ കാണുന്നത് നമ്മളുടെ ആ ഒരു യൂട്രസ് ഗ്രോ ആകുന്നതിനനുസരിച്ചിട്ടും അതൊന്ന് ഫുൾ ആവാൻ തുടങ്ങുമ്പോഴേക്കും, അതായത് ലാസ്റ്റത്തെ ട്രൈമസ്റ്റർ ഒക്കെ ആകുമ്പോഴേക്കും യൂട്രസ് ഒന്ന് ഫുൾ ആവാനായിട്ട് തുടങ്ങുമല്ലോ. ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അവിടെ പ്രഷർ നമുക്ക് അനുഭവപ്പെടാം. ഈ പ്രഷർ നമ്മുടെ ലോവർ ബോഡിയിലോട്ട് പോകുമ്പോഴേക്കും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാം കേട്ടോ. ഇനി ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് എപ്പോഴൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ രാവിലെ ഉറക്കം എഴുന്നേറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. അതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മൾ ഉച്ചയുറക്കത്തിനൊക്കെ കയറുന്നവരുണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്ന് ഷോർട്ടായിട്ടൊരു ഉച്ചയുറക്കമൊക്കെ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു അസ്വസ്ഥത ഉണ്ടാകാം. നമുക്ക് കൈക്ക് മരവിപ്പ് അനുഭവപ്പെടാം, നമുക്ക് കാലിലും മരവിപ്പ് അനുഭവപ്പെടാം കേട്ടോ. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. കൂടുതൽ സഡൻ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതായത് പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞ് നീങ്ങിയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് കംഫർട്ടബിൾ ആയിട്ടൊരു പൊസിഷനിൽ ഇരിക്കുക. നമ്മൾ കൂടുതൽ നേരമൊക്കെ നിലത്ത് ഇങ്ങനെ കുത്തി ഇരുന്ന് കഴിഞ്ഞാൽ അതുമൂലം നമുക്ക് വേദനയും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവപ്പെടാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാകും. അത് കൂടുതലായിട്ട് കഴിക്കുക. ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീട്രൂട്ട് കഴിക്കുന്നത് നല്ലതാണ്, അതുപോലെ പോമഗ്രാനൈറ്റ് കഴിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അനീമിക് ആവാതിരിക്കുകയും അതുപോലെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവാതിരിക്കുകയും ഒക്കെ ചെയ്യും കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട എക്സസൈസ് എന്ന് പറയുന്നത് ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ്, ബട്ടർഫ്ലൈ എക്സസൈസ്, അതുപോലെ ബ്രീത്തിങ് എക്സസൈസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ നമ്മളുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലോട്ടും എത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ ചെറുതായിട്ടൊക്കെ വാക്കിംഗ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ ഒരുപാട് ലേസി ആയിട്ടുള്ള വാക്കിംഗ് അല്ലാട്ടോ, ഒന്ന് കൈയൊക്കെ ഒന്ന് അനങ്ങിയിട്ടുള്ള രീതിക്ക് നമ്മൾ വാക്കിംഗ് ചെയ്യുന്നതും നമ്മളുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലോട്ടും ബ്ലഡ് സർക്കുലേഷൻ എത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ ഒരുപാട് പറഞ്ഞാലും ഇതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈഫിലുണ്ട്. പ്രഗ്നൻസിയുടെ സമയത്താണെങ്കിലും അതിന് മുമ്പുള്ള സമയത്താണെങ്കിലും ഈ ബ്ലഡ് സർക്കുലേഷൻ ശരീരത്തിൽ കൂടുന്നതിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരുപാട് ലക്ഷണങ്ങൾ, നമുക്ക് ഒരിക്കലും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന, ഇറിറ്റേഷൻസ് ഉണ്ടാകുന്ന ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങളെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ മുതൽ തന്നെ ഇതെല്ലാം ചെയ്യുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാതിരിക്കുക. നമ്മൾ ഒരുപാട് വെയിറ്റുള്ള സാധനങ്ങൾ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷമൊക്കെ എടുക്കുന്നത് നമ്മളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. നമ്മൾ കുമ്പിട്ട് നിവർന്ന് ഒരുപാട് വെയിറ്റുള്ള സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് പലരിലും അവരുടെ ബുദ്ധിമുട്ടുകൾ ശരീരത്തിൽ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ചിലർക്കൊക്കെ പ്രഗ്നൻസി നഷ്ടമാകുന്നതിന് വരെ ഇത് കാരണമാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ധാരാളം വെള്ളവും കൂടി കുടിക്കുക. വെള്ളം കുടിക്കുമ്പോഴേക്കും നമ്മളുടെ ശരീരത്തിൽ ആ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.